കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലൊരു ചേസും പ്രതികളെ പിടികൂടുന്ന സംഭവവും ഉണ്ടായി. ഒരു കാപ്പ കേസ് പ്രതി, അയാളുടെ പേര് പത്താങ്കല്ല് അനന്തൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേരിൽ മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 65 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു വിവരം ലഭിച്ചു നമ്മുടെ നെടുമങ്ങാട് പോലീസിന്. നെടുമങ്ങാട് പോലീസ് അവിടെ ചെല്ലുമ്പോൾ എന്താണ്, ബോണസ് പോലെ വേറെ 3 ക്രിമിനലുകൾ കൂടി വേറെ, അതായത് എന്താണ്, സംസ്ഥാന അതിർത്തികൾക്കപ്പുറം തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും മോഷണം നടത്തി അവിടെ നിന്ന് മോഷണം നടത്തി കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിക്കുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ കുപ്രസിദ്ധരായ 3 മോഷ്ടാക്കളെ കൂടി പോലീസിനെ പിടികിട്ടി. അവരുടെ പേര് പത്താങ്കൽ അനന്തനാണ് ഒരാൾ, ശ്രീകാര്യം ഋഷിൻ അല്ലെങ്കിൽ പോത്തൻകോട് ഋഷിൻ എന്നും ഇയാൾ അറിയപ്പെടുന്നു, പിന്നെ കടക്കാവൂർ അബിൻ, പിന്നെ ഉള്ളത് അമ്പലമുക്ക് റാം വിവേക് കൃഷ്ണൻ. അങ്ങനെ ഈ 4 പേരെയാണ് നെടുമങ്ങാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇവരെ ഈ റാം വിവേകിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരെ തന്നെ ഞെട്ടി. പോലീസുകാർക്ക് പോലും അറിയാത്ത പല കേസുകൾ, കാരണം നെടുമങ്ങാട് സ്റ്റേഷനിൽ ഇത്രയും അധികം കേസുകൾ ഉണ്ടാവണമെന്നില്ല. പത്താങ്കൽ അനന്തനെ കുറിച്ച് കേസുകളുണ്ട്, അയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്, കാപ്പ കേസ് പ്രതിയാണ്. അപ്പോൾ അയാളെ ടാർഗറ്റ് ചെയ്താണ് പോലീസ് പോകുന്നത്. അപ്പോൾ അയാളുടെ ടവർ ലൊക്കേഷനുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർ സേലത്ത് എത്തിയതായി, തമിഴ്നാട്ടിലെ സേലത്ത് ഒളിവിൽ കഴിയുന്നതായി ഒരു സൂചന ഇവരുടെ മൊബൈലിൽ നിന്ന്. അതിൻ്റെ കാര്യം, ഇവർ പോകുന്നത് നമ്മൾ ഒരു തമിഴ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പോകുന്ന പോക്കിലൊക്കെ സിം കാർഡ് മാറ്റി അടുത്ത വേറെ സിം കാർഡ് ഇട്ട് വിളിക്കുകയും അങ്ങനെ യാത്ര തുടരുകയും പോലീസിനെ വെട്ടിച്ച് പോവുകയും ചെയ്യുന്ന തമിഴ് സിനിമകൾ 1-2 സിനിമകളിൽ അങ്ങനെയുള്ള സമാനമായ സംഭവങ്ങളുണ്ട്. അതുപോലെ ആ സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് ഈ മോഷ്ടാക്കളും പെരുമാറുന്നത്. കാരണം എന്താണ്, ഇവർ ഒരു സിം വാങ്ങുന്നു, സിം ആക്ടിവേറ്റ് ചെയ്യുന്നു, അതിൽ കുറച്ച് സമയം സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ആ സിം ഉപേക്ഷിക്കുന്നു, പിന്നെ വീണ്ടും യാത്ര തുടരുന്നു. അതുകൊണ്ട് ഇവരുടെ ടവർ ലൊക്കേഷനൊന്നും പോലീസിന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഋഷിൻ, ഈ സംഘത്തിൽ അനന്തന്റെ കൂടെ ഉണ്ടായിരുന്ന ഋഷിൻ, അബിൻ, ഈ 3 പേരാണ് സേലത്തേക്ക് പോകുന്നത്. ഈ റാം വിവേക് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് തിരുവനന്തപുരത്തുണ്ട്. അയാൾ അമ്പലമുക്കിലാണ് അയാളുടെ വീടെങ്കിലും അയാൾ പോത്തൻകോട് ഒരു സ്ഥലത്ത് ഒളി സങ്കേതത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അനന്തനും അബിനും ഋഷിനും സേലത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ ഈ നമ്മുടെ ഋഷിൻ എന്ന് പറഞ്ഞ ഈ ശ്രീകാര്യം സ്വദേശിയായ ഋഷിൻ റാം വിവേകിനോട് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ, അവിടെ പോലീസിന്റെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരേ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു. അങ്ങനെ പോലീസ് ഈ റൂട്ടിൽ നിന്ന് ഈ പോകുന്ന ആള് തിരുവനന്തപുരത്തുള്ള ഒരാളെ വിളിക്കുന്നുണ്ട്. ഇതാരാണ് എന്ന് ട്രേസ് ചെയ്തു. ഏകദേശം 2500 മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് അതിൽ നിന്നാണ് റാം വിവേക് കൃഷ്ണൻ എന്ന അമ്പലമുക്കിലെ കുപ്രസിദ്ധ ഗുണ്ടയെ, പോത്തൻകോട് കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന റാം വിവേക് കൃഷ്ണയെ പിടികൂടുന്നത്. അപ്പോൾ ഇയാൾ അവിടെയുണ്ട്. ഇയാളുടെ വീട് ലൊക്കേറ്റ് ചെയ്തു. റാം വിവേക് കൃഷ്ണന്റെ വീട് ലൊക്കേറ്റ് ചെയ്തു. ആദ്യം അനന്തനെ ചേസ് ചെയ്ത് എവിടെ എത്തി? സേലം വരെ പോലീസ് എത്തി. നെടുമങ്ങാട് പോലീസ് അനന്തൻ, ഈ അബിൻ, ഋഷിൻ, ഈ 3 പേരെ പിടികൂടാൻ വേണ്ടി സേലത്ത് എത്തുന്നതിന് 8 മണിക്കൂർ മുന്നേ അവർ ആ സ്ഥലം കാലിയാക്കി മറ്റൊരിടത്തേക്ക് പോയി എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ നിരാശരായി മടങ്ങുന്ന പോലീസിനാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന അടുത്ത ടീം പോലീസ് പറയുന്നു, അങ്ങനെ റാം വിവേക് കൃഷ്ണൻ എന്ന ആ മൊബൈൽ ഫോൺ ഉടമയെ, സേലത്തേക്ക് സഞ്ചരിച്ച പ്രതികൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആളിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ആ വീട് വളയാൻ പോവുകയാണ്. അങ്ങനെ നെടുമങ്ങാട് SHO സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും കഴിഞ്ഞ രാത്രി എവിടെ വരുന്നു? പോത്തൻകോട് ഈ റാം വിവേക് കൃഷ്ണന്റെ ഒളിസങ്കേതം വളയുമ്പോൾ ആരൊക്കെയുണ്ട്? മറ്റേ ഗില്ലാടികളും അനന്തനും അബിനും ഋഷിനും ഒക്കെ അവിടെയുണ്ട്. അനന്തന്റെ കേസ് എത്രയാണ്? 65. യുവമാർക്കൊക്കെയും കേസുകളുണ്ട്. ഏറ്റവും രസകരം, ആര്യനാട് ഈ അടുത്ത കാലത്ത് മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്നുള്ള മോഷണം, അതുപോലെ തന്നെ കടക്കൽ പെട്രോൾ പമ്പിൽ നിന്ന് പണം കവർന്ന സംഭവം, കഴക്കൂട്ടത്ത് നിന്ന് കാറ് മോഷ്ടിച്ച സംഭവം, ഇതൊക്കെ ഇവരുടെ പേരിലുള്ള അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ്. ഇവരുടെ പേരിൽ തന്നെ ഏകദേശം 25ഓളം വാഹന മോഷണ കേസുകളുണ്ട്. അതുപോലെ കാറ്, ബൈക്ക്, ജീപ്പ് എന്നിവയാണ് ഇവർ മോഷ്ടിക്കുന്നത്. ഇവർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാറ് മോഷ്ടിച്ചിട്ട് സംഘം ചേർന്ന് സഞ്ചരിക്കുന്നു. എന്നിട്ട് ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇതിന് ഇന്ധനം തീർന്നു പോയെങ്കിൽ കാറ് തള്ളി ആ സൈഡിലോട്ട് മാറ്റിയിടുന്നു. എന്നിട്ട് കുറച്ചുകൂടി നടന്ന് അടുത്തൊരു വാഹനം കാണുമ്പോൾ ആ വാഹനം കുത്തി തുറക്കുന്നു, അതിനകത്ത് കയറിപ്പോകുന്നു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ, ബൈക്കുകൾ, ജീപ്പുകൾ, ഇതിലാണ് ഇവരുടെ ഭ്രമം. ഇതിനെ ഏകദേശം 200ഓളം വാഹന മോഷണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം മോഷണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഈ മോഷ്ടിച്ച വാഹനങ്ങളൊക്കെ ഈ മറ്റ് സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലോ മറ്റ് ഈ സ്പെയർ പാർട്സൊക്കെ പൊളിച്ചു വിൽക്കുന്ന കടകളുണ്ടല്ലോ, അങ്ങനെയുള്ള വമ്പൻ കടകൾ, കേരളത്തിലെ ഈ ചെറിയ കടകളല്ല, വമ്പൻ ഏരിയകളുണ്ട്.
ആ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വാഹനങ്ങൾ പൊളിച്ച് വിറ്റിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. ഏതായാലും ഇവരെ പിടികൂടി. സിനിമ സ്റ്റൈലിലാണ്. സേലം വരെ പോലീസ് ഇവരെ ചേസ് ചെയ്തിരുന്നു, പക്ഷേ പിടികൂടാൻ കഴിയുന്നില്ല. ഇവരുടെ ഫോൺ കോൾ മനസ്സിലാക്കി തിരുവനന്തപുരത്തുള്ള റാം വിവേക് കൃഷ്ണനെ പോലീസ് അയാളെ ലൊക്കേറ്റ് ചെയ്യുന്നു, അയാളെ സ്കെച്ച് ചെയ്യുന്നു. അയാളുടെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചെത്തുമ്പോൾ അവിടെ അനന്തനും അബിനും ഋഷിനും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരെയും പോലീസ് പിടികൂടി. ഏതായാലും നെടുമങ്ങാട് പോലീസിന്റെ ആ ചേസ് ഒരു അഭിനന്ദനാർഹമാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്.